ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആണോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലെ മൂന്നാമത്തെ പാട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആണ് എന്ന് പഠിച്ചു. ആണ് എന്നുള്ളതിന് ഏതൊക്കെ പദങ്ങളാണ് ഉപയോഗിക്കുക? ഒന്ന് ആം എന്ന് ഉപയോഗിക്കും, ഈസ് എന്ന് ഉപയോഗിക്കും, ആർ മൂന്ന് പദങ്ങളാണ് ഉപയോഗിക്കുക. ഇനി പഠിച്ചു അല്ല എന്ന് പഠിച്ചു. അല്ല എന്നുള്ളതിന് എന്തൊക്കെ പറയാം? ആം നോട്ട്, ഈസ് നോട്ട്, ആർ നോട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആണോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം. ഇതുപയോഗിച്ച് നമ്മൾ റിയൽ ലൈഫിൽ ധാരാളം സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അതിൻ്റെ ഉപ്പയാണോ, ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഇതിലൂടെ, ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് വേണ്ടത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആം, ഈസ്, ആർ, ഈ മൂന്ന് ആണ് എന്നുള്ളതിനെ നേരെ ആ സെൻറ്റൻസിൻ്റെ, ആ വാക്യത്തിൻ്റെ മുന്നിൽ കൊടുന്ന് നിർത്തിയാൽ മതി. എന്നാൽ ആണോ എന്നാകും. വെരി സിമ്പിൾ മെത്തേഡാണ്. എന്താണ് ചെയ്യേണ്ടത്? ഈ ഈസിനെയും ആമിനെയും ആറിനെയും ആ സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ കൊടുന്ന് നിർത്തിയാൽ ആ സെൻറ്റൻസ് ക്വസ്റ്റ്യനായി, ആണോ എന്നായി. നമ്മൾ എഴുത്ത് ഭാഷയിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ എഴുതാനും നമുക്ക് പഠിക്കാം, നമുക്ക് പറയാനും പഠിക്കാം, എല്ലാം പഠിക്കാം. കം ടു ദ പോയിന്റ്. ഒന്നാമത്തത് എന്താണ്? ആമിനോട് കൂടെ മാത്രമേ ആം ഐ എന്നായിരിക്കും. ആമിനെ എവിടെ കൊണ്ടുവന്നു? ആദ്യത്തിൽ കൊണ്ടുവന്നു, സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ കൊണ്ടുവന്നു. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ ചോദിക്കാം, ഉദാഹരണങ്ങൾ ഉണ്ടാക്കാം. ആം ഐ റൈറ്റ്, ഞാൻ ശരിയാണോ? ആം ഐ ലേറ്റ്, ഞാൻ താമസിച്ചാണോ വന്നത്? ഇത് നമ്മൾ വളരെ അപൂർവങ്ങളായ സിറ്റുവേഷനുകളിലാണ് സ്വന്തത്തെ സംബന്ധിച്ച് ചോദിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തത് ആണോ എന്ന അർത്ഥത്തിൽ ഈസ് ആദ്യം വരും. എന്ത് വരും? ഈസ് ആദ്യം വരും. പിന്നെ അതിൻ്റെ ശേഷം സിംഗുലർ നൗൺ വരും, സിംഗുലർ വരും. സിംഗുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ പറയുന്നതിനാണ് സിംഗുലർ എന്ന് പറയുക. അപ്പോൾ സിംഗുലറിൽ ആകെ ഈ ഭൂമി ലോകത്തുള്ളത് ഒന്ന് ഹീ ആണ്, ഒന്ന് ഷീ ആണ്, ഒന്ന് ഇറ്റാണ്, ഒന്ന് നെയിമാണ്. ഏതെങ്കിലും ആളുകളുടെ പേരായിരിക്കും, അല്ലെങ്കിൽ വസ്തുവിൻ്റെ പേരായിരിക്കും, എന്തെങ്കിലും പേരുകളായിരിക്കും. ഇതാണ് നമുക്ക് എന്തുള്ളത്? നൗണ് ആയിരിക്കും. ഇതാണ് നമുക്ക് മൊത്തത്തിൽ ഈസ് ഉപയോഗിക്കാനുള്ള സിറ്റുവേഷൻസുകൾ. ഹീ എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, നെയിം എന്ന് പറഞ്ഞാൽ രവി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാവാം, ആരുടെ പേരും ആവാം. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഈസിനെ ആദ്യത്തിൽ കൊണ്ടുവരിക. നമ്മൾ ആദ്യം പഠിച്ച സെൻറ്റൻസ്, ഈ ഈസ് എ ഡോക്ടർ, അവൻ ഒരു ഡോക്ടറാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഈസിനെ നേരെ ആദ്യത്തിൽ ഹീസ് ഹീ എ ഡോക്ടർ എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താകും? അവൻ ഒരു ഡോക്ടറാണോ? ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ടാക്കി പഠിക്കാം. ചില ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുകയാണ്. ഈസ് ഹീ എ ഡോക്ടർ, അവൻ ഒരു ഡോക്ടറാണോ? എന്താണ്? അവൻ ഒരു ഡോക്ടറാണോ? അപ്പോൾ നമ്മൾ ആരെ ആദ്യം കൊണ്ടുവന്നു? ഈസിനെ കൊണ്ടുവന്നു. ക്വസ്റ്റ്യൻ മാർക്ക് അവസാനത്തിൽ കൊണ്ടുവന്നു. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ധാരാളം കാണാം, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും, ഏത് ക്വസ്റ്റ്യൻ വാചകങ്ങളാണെങ്കിലും. രണ്ടാമത്തെ ഉദാഹരണം, ഈസ് ഷീ യുവർ സിസ്റ്റർ, അവൾ നിങ്ങളുടെ സഹോദരിയാണോ? ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. അവൾ നിങ്ങളുടെ സഹോദരിയാണോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈസിനെ ആദ്യം കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ പോയിന്റ്. അടുത്ത ഉദാഹരണം, ഈസ് ഇറ്റ് യുവർ ബുക്ക്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, അല്ലെങ്കിൽ ഇത് എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പുസ്തകമാണോ? ഇത് നിങ്ങളുടെ പുസ്തകമാണോ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ പുസ്തകമാണോ? ഇവിടെയും ചെറിയൊരു തെറ്റുണ്ട് മലയാളത്തിൽ, അത് നമ്മൾ കൂടുതൽ പഠിക്കും. ഈസ് രവി അറ്റ് ഹോം, രവി വീട്ടിലാണോ? ഈസ് രവി അറ്റ് ഹോം. അറ്റ് എന്ന് പറഞ്ഞാൽ ഇൽ ആണോ, വീട്ടിൽ. അറ്റ് ഹോം വീട്ടിൽ. അറ്റ് കിച്ചൺ കിച്ചണിൽ. അറ്റ് മാർക്കറ്റ് മാർക്കറ്റിൽ. ഏത് പദത്തിനോട് അവിടെ ഇൽ എന്ന് പറയുന്ന മലയാള വാക്ക് മാർക്കറ്റിൽ എന്നുള്ള അർത്ഥം കിട്ടും അച്ചിനോട് കൂടെ വരുമ്പോൾ. അപ്പോൾ രവി എന്താണോ? വീട്ടിലാണോ, വീട്ടിൽ ആണോ എന്ന് നമുക്ക് കിട്ടി.
അപ്പോൾ ഉപ്പ വീട്ടിലാണോ എന്ന് എങ്ങനെ ചോദിക്കാം? ഈസ് ഫാദർ അറ്റ് ഹോം. ഇതുപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കി പഠിക്കേണ്ടതുണ്ട് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി. അടുത്ത പോയിന്റ്, നമുക്ക് ഇനി ആർ എന്നുള്ളതിന് ആദ്യം കൊണ്ടുവരണം. ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഈസിനെ കൊണ്ടുവന്നു. ഇനി ലാസ്റ്റുള്ള വീരൻ ആരാണ്? അതിന് ആറാണ്. ആറിനെ കൊണ്ടുവന്നാൽ മതി, നേരെ മുന്നിൽ കൊണ്ടുവന്നാൽ മതി. ആറിനെ കൊണ്ടുവന്നു, പിന്നെ യു ആവാം, ഒന്നെങ്കിൽ വി ആവാം, അല്ലെങ്കിൽ ദേ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലൂരൽ നൗൺ. പ്ലൂരൽ നൗൺ എന്ന് പറഞ്ഞാൽ പഠിച്ചു അല്ലേ? എന്താണ്? ഒന്നിലധികം വസ്തുക്കളെയോ ഒന്നിലധികം ആളുകളെയോ പറ്റി പറയുന്നതിനാണ്, അങ്ങനെയുള്ള നൗണുകളെയാണ് നമ്മൾ, വാക്യങ്ങളെയാണ് എന്ത് പറയുക? പ്ലൂരൽ നൗൺ. അതുണ്ടാക്കുന്ന രൂപം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? അതിനോട് എസ് കൊടുത്താൽ മതി. പെൻ എന്നാണെങ്കിൽ പെൻസ്. സൺ, സൺ എന്ന് പറഞ്ഞാൽ കുട്ടി അല്ലെങ്കിൽ മകൻ എന്ന അർത്ഥത്തിനാവുമ്പോൾ സൺസ്, കുട്ടികൾ എന്ന അർത്ഥത്തിന് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ നീ എന്ന അർത്ഥത്തിന് യു വരും, നിങ്ങൾ എന്ന അർത്ഥത്തിനും വരും. നീ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആൾ ഒരാളാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളാവാം. എങ്ങനെയായാലും അത് പ്ലൂരലിൽ, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പേടിക്കരുത്. പ്ലൂരൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിച്ച്, നിങ്ങൾ എന്നെ കൊണ്ട് സാധിക്കില്ല ഇംഗ്ലീഷ് പഠിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ ഒരു വിചാരവും വേണ്ട കേട്ടോ. നമ്മുടെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വെറും 499 രൂപയുള്ളൂ. ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ഇംഗ്ലീഷിൽ നിങ്ങൾ വളരെ വലിയ ഒരു നേട്ടം നിങ്ങൾ സമ്പാദിച്ചിരിക്കും. ഇംഗ്ലീഷ് മനസ്സിലാക്കാനും സംസാരിക്കാനും എല്ലാ സ്കില്ലും അതിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്നതാണ്. ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ആർ യു ബിസി? നിങ്ങൾ തിരക്കിലാണോ? അല്ലെങ്കിൽ നീ തിരക്കിലാണോ? നീ ബിസി ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ ആര് വന്നു? ആറ് ആദ്യം വന്നു. ഇതാണ് നമ്മുടെ മർമ്മപ്രധാനമായ പോയിന്റ്. ആറിന് ആദ്യം കൊണ്ടുവന്നാൽ ആണോ എന്ന് ചോദിക്കാം, ചോദ്യം ചോദിക്കാം. ഇവിടെയും ആർ വി റെഡി? നമ്മൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാണോ? നമുക്ക് തയ്യാറാണോ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, പക്ഷേ നമ്മൾ തയ്യാറാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. ആർ ദേ ടീച്ചേഴ്സ്? അവർ അധ്യാപകരാണോ? ആർ ദേ ടീച്ചേഴ്സ്? ആർ ദേ ടീച്ചേഴ്സ്? അവർ അധ്യാപകരാണോ? ഇത് പ്ലൂരൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പ്ലൂരൽ ആയതുകൊണ്ട് അവർ എന്നുള്ളത് ഇതിനെയും പ്ലൂരലാക്കി. പ്ലൂരലാക്കി എന്താ വേണ്ടത്? യെസ് ലാസ്റ്റിൽ കൊടുത്താൽ മതി. ടീച്ചർ, ടീച്ചേഴ്സ്. അവിടെ എന്താ പോയിന്റ്? ആറ് ഫസ്റ്റ് കൊണ്ടുവന്നു. ശരിക്കതുള്ള എങ്ങനെയായിരുന്നു? ദേ ആർ ടീച്ചേഴ്സ് എന്നായിരുന്നു. നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ആക്കി, അവർ ടീച്ചർ ആരാണോ? ആർ ദ ചിൽഡ്രൻ പ്ലേയിങ്? കുട്ടികൾ കളിക്കുകയാണോ? ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ പഠിക്കും ഇനി വരുന്ന ക്ലാസ്സുകളിൽ. ഇത് ഇവിടുത്തെ ഒരു എക്സാമ്പിളുമായിട്ട് കൂടുതൽ മാച്ച് അല്ല. അതെന്തുകൊണ്ട് മാച്ച് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോകളിൽ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും കേട്ടോ. ഇനി കുറച്ച് പോയിന്റിങ് വേർഡ്സുകൾ പറയാം. ഒന്ന്, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്, ദീസ് എന്ന് പറഞ്ഞാൽ ഇവകൾ, ദോസ് എന്ന് പറഞ്ഞാൽ അവകൾ. കുറച്ച് ഉദാഹരണങ്ങൾ അത് വെച്ചുകൊണ്ട് പറയാം. ഈസ് ദീസ് യുവർ പെൻ? ഇത് നിങ്ങളുടെ പേനയാണോ? ഇത് നിങ്ങളുടെ പേനയാണോ? ആരാദ്യം വന്നു? ഈസിന് ആദ്യം. ഇത് സിംഗുലർ ആണ്. ഒന്ന്, പെൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിക്കാൻ കാരണം. ഈസ് ദാറ്റ് എ ക്യാറ്റ്? അത് ഒരു പൂച്ചയാണോ? ഇവിടെയും ഈസ് ഉപയോഗിക്കാൻ കാരണം എന്താ? ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, സിംഗുലർ എന്ന് പറയും. അപ്പൊ ഈസ് ഇവിടെ വന്നു. എന്തുകൊണ്ട് വന്നു? ഇത് ആണോ എന്ന അർത്ഥത്തിൽ ചോദിക്കാം, ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാവും. ഇനി, ആർ ദീസ് യുവർ ബാഗ്സ്? ഇവകൾ നിങ്ങളുടെ ബാഗുകളാണോ? ഇവകൾ നിങ്ങളുടെ ബാഗുകളാണോ? അപ്പോൾ ആർ ദീസ് യുവർ ബാഗ്സ്? ഇവിടെ ആറ് വന്നു. എന്തുകൊണ്ടാണ്? ബാഗ്സ്, ഒന്നിലധികം ബാഗുകളുണ്ട്. നിങ്ങളുടെ ബാഗുകളാണോ? ഇനി അടുത്ത ഉദാഹരണം, ആർ ദോസ് ചെയേഴ്സ്? അവ ചെയറുകളാണോ? അവ ചെയറുകളാണോ? ഇവിടെ ആറ് കൊടുത്തു. ദോസ് ചെയേഴ്സ്, ചെയറിനെ പ്ലൂറലാക്കി നമ്മൾ. കാരണം ദോസിൻ്റെ കൂടെ എപ്പോഴും പ്ലൂറലേ വരുള്ളൂ, ദീസിൻ്റെ കൂടെയും പ്ലൂറലേ വരുള്ളൂ. അപ്പോൾ ആറ് ഉപയോഗിക്കാനുള്ള കാരണം നിങ്ങൾ കണ്ടു. കുറച്ച് റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈസ് യുവർ ഫാദർ എ പോലീസ് ഓഫീസർ? നിങ്ങളുടെ ഫാദർ ഒരു പോലീസ് ഓഫീസർ ആണോ? ഇവിടെ എന്താണ്? ഈസ് കൊണ്ടുവന്നു, ആണോ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി. ആരെ കൊണ്ടുവന്നു? ഈസിനെ നമ്മൾ കൊണ്ടുവന്നു. കാരണം ഇത് ഒരാളാണ്, ഒരാളെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. പോലീസ് ഓഫീസർ, ഒരു പോലീസ് ഓഫീസർ ആണെന്നോ ചോദിക്കുന്നത്. നെക്സ്റ്റ് ഉദാഹരണം, ഈസ് ദിസ് റൈറ്റ് വേ? ഇത് ശരിയായ വഴിയാണോ? ഇത് ശരിയായ വഴി ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണ്? റൈറ്റ് വേ, ശരിയായ വഴി. അപ്പോൾ അതിനോട് കൂടെ ഈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ഈസ് ആണ് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ സംബന്ധിച്ചാണ് സംസാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഈസ് ദ ബേബി സ്ലീപ്പിംഗ്, ബേബി കരയുകയാണോ? ഇത് നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന ഉദാഹരണമായിട്ട് വലിയ ബന്ധമില്ല. ഇനി വരുന്ന വീഡിയോകളിൽ ഈ വിഷയം എന്തുകൊണ്ടാണ് ഇങ്ങനെ, അർത്ഥമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ അത് നമ്മൾ പരാമർശിക്കാത്ത എന്ന് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മുടെ വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് ഈസ് ദിസ് എ വാട്ടർ ബോട്ടിൽ, അങ്ങനെ മിററിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് ധാരാളം ഉദാഹരണങ്ങൾ സ്വയം ചോദിച്ചു പഠിക്കുക. ആർ യു ഹാപ്പി, നിങ്ങൾ സന്തുഷ്ടവാനാണോ? ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ ആണോ എന്ന പദത്തിന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബൃഹത്തായി പഠിക്കാൻ വേണ്ടിയുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു വെരി മച്ച്.